ബാക്ക് ടു ഐ പ്ലസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് കഴിഞ്ഞ ഡിഗ്രി പ്രിലിം സ്റ്റേജ് 2-ന്റെ മലയാളം ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ കീ ആണ്. അപ്പോൾ ഉത്തരത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അലംഘനീയം എന്ന ഒറ്റപ്പദത്തിന്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ ലംഘിക്കാനാകാത്ത, ഓപ്ഷൻ ബി ലംഘിക്കാവുന്ന, ഓപ്ഷൻ സി ലംഘിച്ചിരിക്കേണ്ട, ഓപ്ഷൻ ഡി ലംഘിക്കപ്പെട്ട. ആൻസർ ഓപ്ഷൻ എ ലംഘിക്കാനാകാത്ത എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം, കൂട്ടത്തിൽപ്പെടാത്ത ചൊല്ലേത്? ഓപ്ഷൻ എ എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം, ഓപ്ഷൻ ബി ആഴത്തിൽ ഉഴുതാൽ പത്തായം നിറയും, ഓപ്ഷൻ സി മുതലക്കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കേണ്ട, ഓപ്ഷൻ ഡി പരിശ്രമശാലിക്ക് പർവ്വതവും ഒരു കളിമൺ കട്ട. ആൻസർ ഓപ്ഷൻ സി ആണ്, മുതലക്കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, നീരദം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം ഏത്? നീരദം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം. ഓപ്ഷൻ എ വെള്ള നിറമുള്ളത്, ഓപ്ഷൻ ബി വെള്ളമില്ലാത്തത്, ഓപ്ഷൻ സി വെള്ളി, ഓപ്ഷൻ ഡി മേഘം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി മേഘമാണ്. ഏറ്റവും ശരിയായ വാക്യം ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതായത് തന്നിരിക്കുന്നവയിൽ ഏറ്റവും ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ എ ഒരു ദശാബ്ദമായി തുടർന്നു പോരുന്ന ഈ സമ്പ്രദായം, ഓപ്ഷൻ ബി ഒരു ദശാബ്ദമായി തുടരുന്ന ഈ സമ്പ്രദായം, ഓപ്ഷൻ സി ഒരു ദശാബ്ദക്കാലമായി തുടർന്നു പോരുന്ന ഈ സമ്പ്രദായം, ഓപ്ഷൻ ഡി ഒരു ദശാബ്ദമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സമ്പ്രദായം. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഒരു ദശാബ്ദമായി തുടരുന്ന ഈ സമ്പ്രദായം. അടുത്ത ചോദ്യം ഇതാണ്, യുവർ പ്രസൻസ് ഈസ് റിക്വസ്റ്റഡ് അറ്റ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. ഉചിതമായ പരിഭാഷ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. വാർഷിക പൊതുയോഗത്തിൽ നിങ്ങളുടെ സാന്നിധ്യം അഭ്യർത്ഥിക്കപ്പെടുന്നു, ഓപ്ഷൻ ബി നിങ്ങളുടെ സാന്നിധ്യം വാർഷിക പൊതുയോഗത്തിന് അപേക്ഷിക്കപ്പെടുന്നു, ഓപ്ഷൻ സി താങ്കളുടെ സാന്നിധ്യം വാർഷിക പൊതുയോഗത്തിന് ആവശ്യപ്പെട്ടു കൊള്ളുന്നു, ഓപ്ഷൻ ഡി വാർഷിക പൊതുയോഗത്തിന് നിങ്ങളെ ക്ഷണിക്കുന്നു. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് വാർഷിക പൊതുയോഗത്തിന് നിങ്ങളെ ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. വിദ്വാൻ വിദ്വാനി, ലേഖകൻ ലേഖകി, വഞ്ചകൻ വഞ്ചകി, യശസ്വി യശസ്വിനി. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1ഉം 2ഉം ശരി, ഓപ്ഷൻ ബി എന്നുള്ളത് 2ഉം 4ഉം ശരി, ഓപ്ഷൻ സി 3ഉം 4ഉം ശരി, ഓപ്ഷൻ ഡി 2ഉം 3ഉം ശരി. ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് 3ഉം 4ഉം ശരി എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ ചേരാത്ത പദം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ വൈദ്യർ, ഓപ്ഷൻ ബി ഭാഗവതർ, ഓപ്ഷൻ സി അധ്യാപകർ, ഓപ്ഷൻ ഡി ജ്യോത്സ്യർ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അധ്യാപകർ. അടുത്ത ചോദ്യം, ആഖ്യാന ഭേദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ആഖ്യാനവും ഭേദവും, ആഖ്യാനത്തിൻ്റെ ഭേദം, ആഖ്യാനമാകുന്ന ഭേദം, ആഖ്യാനത്തിൻ്റെ അഭേദം. ആൻസർ എന്ന് പറയുന്നത് ആഖ്യാനത്തിൻ്റെ ഭേദം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, അമ്പ് എന്ന വാക്കിൻ്റെ സമാനാർത്ഥം ഉൾക്കൊള്ളാത്ത പദമേത്? ഓപ്ഷൻ എ വിശികം, ഓപ്ഷൻ ബി പത്രി, ഓപ്ഷൻ സി ആശുകം, ഓപ്ഷൻ ഡി തുണീരം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി തുണീരം എന്നുള്ളതാണ്. അടുത്തത്, മരത്തെ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? മരത്തെ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ എ മരം അധികം എ, ഓപ്ഷൻ ബി മര അധികം തേ, ഓപ്ഷൻ സി മരം പ്ലസ് ഇത്തേ, ഓപ്ഷൻ ഡി മര പ്ലസ് എ. ആൻസർ ഏതാന്ന് നോക്കാം. ആൻസർ എന്ന് പറയുന്നത് മരം അധികം എ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.